നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 മെയ് മാസം 30 ശനിയാഴ്ച ദിവസം. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ വിതരണം ലഭിക്കാത്ത മുഴുവൻ ഗുണഭോക്താക്കളും ശ്രദ്ധിച്ചിരിക്കണം. APL BPL വ്യത്യാസമില്ലാതെ 5000 രൂപ വരെ ലഭിക്കുവാനുള്ള അവസരം. വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ അവസാനം വരെ കാണുക. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ഇന്ദിര ഗ്യാരണ്ടികളുമായി മുന്നോട്ടെന്നും ലഹരിക്കെതിരെ വിട്ടുവീഴ്ചയില്ല എന്നും പ്രഖ്യാപിച്ച് VD സതീശൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി ഗുരുതരമാണെന്നും വെല്ലുവിളികളെ അവസരമാക്കി മാറ്റുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 3 ദിവസം വരെ ആർത്തവ അവധി നൽകും. പൊതു സ്വകാര്യ മേഖലയിൽ സ്ത്രീകൾക്ക് 6 മാസം വരെ പ്രസവ അവധിയാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. 1 മണിക്കൂർ 13 മിനിറ്റ് വരെയാണ് നയപ്രഖ്യാപന പ്രസംഗം നീണ്ടുനിന്നത്. KSRTCയിൽ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര നടപ്പാക്കും. സർക്കാർ ആഗ്രഹിക്കുന്നത് ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള സുതാര്യ ഭരണം, ക്ലീൻ ഗവേണൻസ് സർക്കാർ മുദ്രാവാക്യമാണെന്നും പ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ ധവളപത്രം ഇറക്കുമെന്നും +1 സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നും എക്സൈസ് നയത്തിൽ മാറ്റം വരുത്തുമെന്നും സംയോജിത ഗതാഗത സംവിധാനം നടപ്പാക്കുമെന്നടക്കം പ്രഖ്യാപനങ്ങളും ഉണ്ടായി. പ്രസംഗത്തിൽ യുവാക്കളിലെ തൊഴിലില്ലായ്മ നിരക്കിലുള്ള ആശങ്കയാണ് ആദ്യം പരാമർശിച്ചത്. പുതുയുഗ കേരളത്തിനുള്ള പരിശ്രമം നടത്തുമെന്നും ഭരണ സംവിധാനത്തിന് സുതാര്യതയും വേഗവും ഉറപ്പാക്കുമെന്നും പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരിയുടെ വേരറുക്കാൻ സമഗ്ര പദ്ധതികളുമായി സർക്കാർ. എക്സൈസ്, ആഭ്യന്തര, ആരോഗ്യ വകുപ്പുകളെ യോജിപ്പിച്ച് പദ്ധതി നടപ്പാക്കും. ഓൺലൈൻ ലഹരി ശൃംഖലകൾ തടയും. ലഹരി കേസ് പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും UDF സർക്കാരിന്റെ നയപ്രഖ്യാപനം. കേരളത്തിലെ പോലീസ് സംവിധാനം ആധുനികവൽക്കരിക്കുമെന്നും ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുമെന്നും കുറഞ്ഞ ചെലവിൽ സംസ്ഥാനത്ത് ചികിത്സകൾ നടപ്പിലാക്കുമെന്നും പ്രഖ്യാപനം. കൃഷി ലാഭകരമായ തൊഴിൽ മേഖലയാക്കും. കേരളത്തിലെ അനാഥരില്ലാത്ത സംസ്ഥാനമാക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറഞ്ഞു. അടുത്തതായി എല്ലാവരും കാത്തിരിക്കുന്ന സ്ത്രീ സുരക്ഷ, അതായത് വീട്ടമ്മ പെൻഷൻ പദ്ധതിയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ്. ഏപ്രിൽ മെയ് മാസത്തെ തുക ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ട്. എന്നാൽ ഇതിനാവശ്യമായിട്ടുള്ള തുക വകയിരുത്തിയിട്ടില്ല. ഇനി വരുന്ന ബജറ്റിലായിരിക്കും ഇതിനാവശ്യമായ തുക വകയിരുത്തി വിതരണം ഉണ്ടാവുക. ഈ ഒരു സാമ്പത്തിക സഹായം ലഭിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ജൂൺ മാസത്തിലാണ് ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ഒരു തുക ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് APL BPL വ്യത്യാസമില്ലാതെ 5000 രൂപ സർക്കാരിൽ നിന്നും ലഭിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം. സംസ്ഥാനത്ത് അഴിമതി തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ടുള്ള വിജിലൻസിന്റെ ഒരു പുതിയ കർമ്മ പദ്ധതിയാണ് പ്രൊജക്ട് സീറോ എന്ന് പറയുന്നത്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ ഒരു പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അഴിമതിയില്ലാതെ സേവനം ലഭ്യമാക്കുക എന്നത് ജനങ്ങളുടെ അവകാശമാണെന്നും ആ ഒരു ബോധ്യത്തോടെയാണ് ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നതെന്നുമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. സർക്കാർ ഓഫീസുകളിൽ കൈക്കൂലി ആവശ്യപ്പെടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവ ദൃശ്യങ്ങളാക്കി പകർത്തി വിജിലൻസിന്റെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ പൊതുജനങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ 5000 രൂപ വരെ പാരിതോഷികം നൽകുമെന്നാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു വിവരം നൽകുന്ന വ്യക്തിയുടെ വിശദ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യും. ഇതുപോലുള്ള ഉദ്യമങ്ങളിൽ പൊതുജനങ്ങൾ കൂടി പങ്കെടുക്കേണ്ടതുണ്ട്. എന്നാൽ പൊതുജനങ്ങളുടെ സഹകരണത്തോടു കൂടി മാത്രമേ ഇത്തരത്തിലുള്ള പദ്ധതികളുടെ പൂർണ്ണ വിജയം ഉറപ്പാക്കാൻ സാധിക്കൂ എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു പാരിതോഷികം 5000 രൂപ വരെ നൽകാനായി തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ജനങ്ങൾ കൂടി ഇതിൽ പങ്കാളിയാകുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.